ഹലോ ഡിയേഴ്സ്, അങ്ങനെ +2 റിസൾട്ട് വന്നു. നിങ്ങളിപ്പം ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾ ഫെയിൽ ആയി എന്നിരിക്കട്ടെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. കാരണം മുൻ വർഷങ്ങളിൽ ഇതുപോലെ മാർക്ക് കുറഞ്ഞവർ പിന്നീട് അവരെങ്ങനെ മുന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് മനസ്സിലാകും. സോ നോക്കൂ, നിങ്ങൾ 6 മാർക്കുമായിട്ട് ഫെയിൽ ആയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. സാറേ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞിട്ട് കണ്ടോ, എറൗണ്ട് ഡബിൾ പാസിനടുത്ത് മാർക്കാണ്. അതുപോലെ തന്നെ ഫെയിൽ ആയി വന്ന സ്റ്റുഡൻസിന് ഡബിൾ പാസും കഴിഞ്ഞ് 40 അറൗണ്ട് മാർക്ക് നമ്മുടെ ബാച്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഫീൽഡിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡ്ഡപ്പടലം ഫെയിലായി വന്നവർ പോലും അതിനകത്ത് കുറഞ്ഞ സമയം കൊണ്ട്, കാരണം സേ എക്സാം എന്ന് പറയുമ്പോൾ അതിനകത്ത് സേ എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ സേ ഇംപ്രൂവ്മെന്റ് എഴുതുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കിക്കോളൂ. ഒപ്പം ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതിന്, അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ഈ സബ്ജക്റ്റുകളൊക്കെ പഠിക്കണം. അപ്പൊ അതിന്റെ സ്ട്രാറ്റജീസ്, വെയിറ്റേജ് കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരും. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. ഒപ്പം ചാനലും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇതിനകത്തെ 6 മാർക്കുമായിട്ട് വന്നിട്ട് അങ്ങനെ 32 മാർക്ക് 2 സബ്ജക്ട് ഫെയിലായി. നിങ്ങൾ നോക്കണം, ഫിസിക്സും കെമിസ്ട്രിയും. എന്നിട്ട് നല്ല റിസൾട്ടിലൂടെ എത്തി ഇന്ന് നല്ലൊരു കോഴ്സ് എടുത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ഒരു കേസ്, ഇവർ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്, എന്നിട്ട് പോലും 24 എത്താൻ സാധിച്ചു. അവർ ഈ റിസൾട്ടിന്റെ ദിവസം നമ്മൾ വിളിച്ചു പറഞ്ഞത്, അവരുടെ മദർ വിളിച്ചു പറഞ്ഞത് കുറച്ചുകൂടി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നല്ല മാർക്കിലോട്ട്, ഇതിലും നല്ല മാർക്കിലോട്ട് എത്താൻ സാധിച്ചേനെ എന്നാണ്. കാരണം അവർ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണാൻ കുറച്ച് ലേറ്റ് ആയി, അങ്ങനെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ കുറച്ച് ലേറ്റ് ആയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസ് 6 മാർക്കുമായിട്ട് സാറെ മെർച്ചന്റ് നേവിക്ക് ജോയിൻ ആകണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എങ്ങനെയെങ്കിലും ഇത്തവണ പാസ്സാവണം, ഒരു കൊല്ലം നഷ്ടപ്പെടാനില്ല, കാരണം എല്ലാം പാസ്സായി, കെമിസ്ട്രി മാത്രമേ ഉള്ളൂ ഫെയിൽ ആയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 27 മാർക്കിലോട്ട്. അതുപോലെ തന്നെ ഈ ഒരു പയ്യന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. +1 ഫിസിക്സ് ആയിരുന്നു ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട്. കെമിസ്ട്രിയും അവന് ഫെയിൽ ആയിരുന്നു. കെമിസ്ട്രി പക്ഷേ നമ്മൾ അതിനകത്ത് പഠിപ്പിക്കുമ്പോൾ അവന് കുഴപ്പമില്ലാതെ പഠിച്ചെടുത്തു. പക്ഷേ ഫിസിക്സ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കോഡുകളും ട്രിക്കുകളും ആക്കിയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും നിങ്ങൾ ഇപ്പം അതിനകത്ത് മനസ്സിലാക്കുക, നിങ്ങളുടെ ലെവല് അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഫെയിൽ ആയ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലെവലിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലേ പല കാര്യങ്ങളും മനസ്സിലാകൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓരോ കാര്യങ്ങളും സിമ്പിൾ ആക്കിയിട്ട് കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ ഈ നമ്പർ 77 എന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. അത് മാത്രമല്ല, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും അതിനകത്ത് വളരെ കുറഞ്ഞ ഫീസിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട, ഈ ഒരു നമ്പർ എന്നെ കോൺടാക്ട് ചെയ്യാം. അതിപ്പം ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം നമ്മൾ ആ രീതിയിൽ അതിനകത്ത് ക്ലാസ്സുകൾ നൽകിയതുകൊണ്ടാണ് നമുക്ക് റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു കേസിൽ +1 ഫിസിക്സിൽ ഇവനെ ഞാൻ പറഞ്ഞു ഫിസിക്സ് ബുദ്ധിമുട്ടായിരുന്നു, 8 മാർക്കാണ്, അട്ടപടലം പൊട്ടി വന്നു. മാത്രമല്ല +2 5 7 കണ്ടു. അപ്പം +2 18ഉം +1 10ഉം അങ്ങനെ 28 വേണമായിരുന്നു. അങ്ങനെ ഫിസിക്സിൽ 28ലോട്ട് എത്താൻ അവന് കുറഞ്ഞ സമയം കൊണ്ട് സാധിച്ചു. 2 സബ്ജക്റ്റുകളും അവന് പാസ്സായി. എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ 9 31 കേസുകളിൽ 2 സബ്ജക്ട് ഫെയിൽ ആയിരുന്നു. അതുപോലെ ഈ ഒരു കേസാണ് അതിനകത്ത് ഏറ്റവും എന്താ പറയാ ഹൈ മാർക്കിലോട്ട് എത്തിയ. ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റിന് ഡബിൾ പാസും കഴിഞ്ഞ് 40 മാർക്ക്, +2 മാർക്ക് കൊണ്ട് മാത്രം പാസ്സാകാവുന്ന ഒരു കണ്ടീഷനിൽ അവർക്ക് എത്താൻ സാധിച്ചു. ഇന്ന് നല്ലൊരു കോഴ്സ് എടുത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 17 30 കേസുകൾ, 10 28 കേസുകൾ, 14 32 കേസുകൾ, അതുപോലെ C+ലോട്ട് വന്ന ബി ഗ്രേഡിലോട്ട് വന്ന കേസുകൾ. ഈ ഒരു പയ്യന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവന്റെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനകത്ത് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവന് നമ്പർ ഓഫ് ചാൻസ് 3ാമത്തെ ചാൻസിലാണ് ഇവനെ നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകുന്നത്. ആദ്യം ഇവനെ എഴുതി ഫെയിലായി, വീണ്ടും എഴുതി ഫെയിലായി, പിന്നെ നമ്മളെ കുറിച്ച് അറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയി. അവന് ബയോളജിയും മാത്സും ആയിരുന്നു പാസ്സാകാൻ ഉണ്ടായിരുന്നത്. രണ്ടും അതിനകത്ത് പാസ്സായി. ഇന്നിപ്പോ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ അവനൊരു കോഴ്സ് ചെയ്ത് ഇപ്പം പ്ലേസ്മെന്റ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് അവന് അതിനകത്ത് ആ ഒരു ഫീൽഡിൽ ഇപ്പം അതിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരുപാട് കേസുകൾ, ഇത് നമ്മുടെ ബാച്ചിലെ ഒരു കേസാണ്. അതിനകത്ത് മിനിമം SLCയിലൊക്കെ മിനിമം A+ ഉള്ള ഒരു പയ്യന്റെ കേസ്, എന്നിട്ട് പോലും അവനെ VHSC ആണ് എടുത്തത്. അതുകൊണ്ട് തന്നെ മാത്സ് അവരുടെ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല. ലാബ് റിലേറ്റഡ് സ്ട്രീമാണ്. പക്ഷേ മാത്സ് നമ്മുടെ ബാച്ചിൽ മാത്രം ജോയിൻ ആയിട്ട്, മാത്സിന് വേണം സ്കൂളിൽ അവർക്ക് മാത്സ് ഇല്ല, പക്ഷേ പുറത്തുനിന്ന് വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. മാത്സിന് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് പഠിച്ചിട്ടും മാത്സിൽ കണ്ടോ അറൗണ്ട് ഈ മാർക്ക്. മാത്സും സീരിയസ്നെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്സും അറൗണ്ട് ഫുൾ മാർക്ക് കിട്ടിയത്. കാരണം ഫിസിക്സിൽ ഇതവന് +1 സ്കോറാണ്. ഫിസിക്സിൽ അവന് റീവാലേഷൻ കൊടുത്ത് A+ കിട്ടി. കെമിസ്ട്രിയിലും അറൗണ്ട് ഫുൾ മാർക്ക് കിട്ടി. ബയോളജിയിലും അറൗണ്ട് ഫുൾ മാർക്ക് കിട്ടി. അതുപോലെ ഈ ഒരു കേസുകൾ ഇവർ 3ാമത് വന്ന് ഫെയിൽ ആയിട്ട്, അതായത് ആദ്യം ഫെയിലായി, വീണ്ടും എഴുതി ഫെയിലായി, പിന്നെ നമ്മളെ കുറിച്ചറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് ഇത്തവണ കണ്ടോ 30 മാർക്ക്. അപ്പം അതുപോലെ ഒത്തിരി കേസുകൾ. ഇപ്പൊ ഈ ഒരു കേസ് നോക്കൂ നിങ്ങൾ, 36 മാർക്കാണ് പിന്നെ അവർക്ക് ഇപ്പം. ഇതും 3ാമത്, അതിനകത്ത് ആദ്യം ഫെയിലായി, വീണ്ടും ഫെയിലായി, പിന്നെ നമ്മളെ കുറിച്ചറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. +1ഉം +2ഉം അവർ പഠിച്ചിരുന്നു. പക്ഷേ +1ന്റെ ഇംപ്രൂവ്മെന്റ് വന്നപ്പോൾ തന്നെ അവർക്ക് 36 കിട്ടി. ഇത് ഈ വർഷത്തെ കേസുകളാണ് +1 ഇംപ്രൂവ്മെന്റ്.
ഇവിടെ 31 കിട്ടിയ ഒരു കേസ് കെമിസ്ട്രിയിൽ. അങ്ങനെ ഒരുപാട് കേസുകൾ. ഈ ഒരു കേസ് ബയോളജി ഇവർക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ 20 മാർക്കിലോട്ട് എത്തി. ഇപ്പൊ ഇത്തവണ അവർ പാസ്സായി. അത് ഇവർ 3ാമത്തെ തവണയാണ്. അപ്പൊ ഇവരൊക്കെ എന്താ പറയാ, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ പോലും നമ്മൾ അതിനകത്ത് കൂടുതലും ട്രിക്കുകളും ഒക്കെ ആക്കി പഠിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ആ റിസൾട്ടിലോട് എത്താൻ സാധിച്ചത്. അപ്പം അതിനകത്ത് നിങ്ങൾ നമ്മുടെ ചാനൽ സേ എക്സാമുമായി ബന്ധപ്പെട്ട്, ഇംപ്രൂവ്മെന്റ് എക്സാമുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ. ഒപ്പം തന്നെ അതിനകത്ത് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ആകാം. കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ, സ്ട്രാറ്റജീസ്, ടിപ്സ്, ട്രിക്സ് ഒക്കെ വരും. ഒപ്പം തന്നെ ബാച്ചിൽ ജോയിൻ ആകാൻ ഞാൻ പറഞ്ഞു, വളരെ കുറഞ്ഞ ഫീസാണ്. ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 7736 70 70 45. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട. ദാറ്റ്സ് ഓൾ. മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് കേസുകൾ സ്റ്റുഡൻസ് ഇതുപോലെ പാസ്സായി പോയിട്ടുണ്ട്. നിങ്ങൾക്കും പാസ്സാകാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.